പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബഹ്റൈൻ രാജാവുമായി ടെലിഫോണിൽ ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും പ്രതിസന്ധികളും വിലയിരുത്തുന്നതിനായി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ടെലിഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇത്തരം നിരന്തരമായ ആക്രമണങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യ ഇന്ധന വിതരണത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈദുൽ ഫിത്തർ ആശംസകൾ ബഹ്റൈൻ രാജാവിനും ജനങ്ങൾക്കും നേർന്ന പ്രധാനമന്ത്രി ബഹ്റൈനിൽ ജീവിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം നൽകുന്ന അചഞ്ചലമായ പിന്തുണയ്ക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൂടെയുള്ള ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞു. വാണിജ്യ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം തടസ്സപ്പെടാതിരിക്കാനും സമുദ്രമേഖലയിൽ സമാധാനം നിലനിർത്താനും രാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന നയതന്ത്ര ഇടപെടലുകളുടെ തുടർച്ചയായാണ് ഈ ചർച്ചയെ വിലയിരുത്തുന്നത്. പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനായി നേരത്തെ ഫ്രാൻസ്, ഖത്തർ, ജോർദാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ തലവന്മാരുമായും അദ്ദേഹം ഫോണിൽ ആശയവിനിമയം നടത്തിയിരുന്നു.